നമ്മുടെ രാജാവും മന്ത്രിയും നായാട്ടിന് പോയി മടങ്ങി വരുന്ന സമയം ഒരു മനോഹര നദിയുടെ അടുത്തെത്തി. നദിക്ക് താഴെയായി രാജാവിന്റെ ബന്ധുവും എതിരാളിയുമായ ഛോട്ടാ രാജയുടെ അയൽരാജ്യമായിരുന്നു. അയൽരാജ്യത്തേക്കുള്ള നദിയുടെ ഒഴുക്ക് രാജാവിനെ വല്ലാതെ രോക്ഷാകുലനാക്കി. രാജാവ് തന്റെ മന്ത്രിയോട് ചോദിച്ചു, ഈ നദി ഒഴുകുന്നത് ഛോട്ടാ രാജയുടെ രാജ്യത്തിലേക്കാണോ? രാജാവിൽ നിന്നും വിചിത്രമായ ചോദ്യങ്ങൾ കേട്ട മന്ത്രി നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, അതെ. എന്നാൽ ഈ നദി താഴേക്ക് ഒഴുകുന്നത് നിർത്തുക. എന്റെ ബന്ധശത്രു നദിയുടെ നേട്ടങ്ങൾ കൊയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജാവിന്റെ കോപം അറിയാവുന്ന മന്ത്രി തർക്കിക്കാൻ നിന്നില്ല. നദി നിർത്താൻ 24 മണിക്കൂർ സമയം തരാം. മന്ത്രി ജാഗരൂകനായിരുന്നു. നദി തടഞ്ഞാൽ ഛോട്ടാ രാജ തിരിച്ചടിക്കും. അദ്ദേഹത്തിന് ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു. അയൽവാസികൾ തമ്മിലുള്ള യുദ്ധം തടയാൻ മന്ത്രി തീരുമാനിച്ചു. മന്ത്രി അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ കാര്യസ്ഥനെ വിളിച്ചു വരുത്തി. ഓരോ മണിക്കൂറിലും ഒരു മണി വീതം അടിക്കുക എന്നത് അവന്റെ ജോലിയായിരുന്നു. പകരം ഓരോ അരമണിക്കൂറിലും മണി അടിക്കാൻ വേണ്ടി കാര്യസ്ഥന് മന്ത്രി നിർദ്ദേശം നൽകി. അത് നീ സ്വയം ചെയ്യുക. ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. അന്ന് രാത്രി 9:30 മണിയായപ്പോൾ രാജാവ് ഉറങ്ങാൻ കിടന്നു. രാജാവ് നായാട്ടിന് പോയ ക്ഷീണം കാരണം വേഗം തന്നെ ഉറങ്ങിപ്പോയി. തൊട്ടു പിന്നാലെ രാജാവ് മണിശബ്ദം ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കേട്ടു. രാജാവ് ഓരോ മണിക്കൂർ കഴിഞ്ഞു എന്നതായിരുന്നു കരുതിയിരുന്നത്. 6 തവണ അങ്ങനെ കേട്ടപ്പോൾ രാജാവ് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഓഹ്, ഇത്ര പെട്ടെന്ന് 6 മണിയായോ? ഒന്ന് മര്യാദക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. രാജാവ് എന്നും രാവിലെ എഴുന്നേറ്റാൽ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത് പതിവായിരുന്നു. എന്നാൽ അന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തിരുന്നില്ല. ഇത് കണ്ട രാജാവിന് കോപം വന്നു. ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. എന്തുകൊണ്ടാണ് ഈ നാഴികയിൽ ഇപ്പോഴും ഇരുട്ട്? എന്തുകൊണ്ടെന്നാൽ സൂര്യൻ നമ്മുടെ രാജ്യത്ത് ഇത്ര സമയമായിട്ടും പ്രവേശിച്ചിട്ടില്ല മഹാരാജൻ. പക്ഷേ എന്തുകൊണ്ട് എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ സൂര്യൻ നമ്മുടെ ആകാശത്ത് ഉദിക്കുന്നതല്ലേ? എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത്? ശരിയാണ് മഹാരാജൻ. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഛോട്ടാ രാജയുടെ രാജ്യം. സൂര്യൻ ആദ്യം അവന്റെ രാജ്യത്തിലേക്ക് വരുന്നു, തുടർന്ന് നമ്മുടെ രാജ്യത്തിലേക്കും വരുന്നു. എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത്? മഹാരാജൻ, ഛോട്ടാ രാജാവ് സൂര്യനെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്നത് തടഞ്ഞിരിക്കണം. അസാധ്യം. മഹാരാജൻ, നമുക്ക് നദി തന്റെ രാജ്യത്തേക്ക് ഒഴുകുന്നത് തടയാൻ കഴിയുമെങ്കിൽ ഛോട്ടാ രാജയ്ക്ക് നമ്മുടെ രാജ്യത്തേക്ക് സൂര്യനെ തടയാൻ കഴിയും. നദി വിടൂ ഉടനെ. മഹാരാജാവേ, അങ്ങയുടെ ആഗ്രഹമാണ് എന്റെ കൽപ്പന. 2 മണിക്കൂറിനുള്ളിൽ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാജാവിന് ആശ്വാസമായി. സത്യത്തിൽ സൂര്യൻ സാധാരണ സമയത്ത് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കാര്യസ്ഥന്റെ സഹായത്തോടെ മന്ത്രി നടത്തിയ തന്ത്രം രാജാവ് അറിഞ്ഞില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതിൽ മന്ത്രി സന്തോഷിച്ചു. നദി കിഴക്കോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ചിരിച്ചു നിൽക്കണ പല്ല്, പല്ല് 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 നല്ല വെളു
ജോമി പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ, എന്നിട്ട് അതെടുത്ത് കഴിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്? ഓക്കേ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി പറയാം. ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ? നോക്കട്ടെ, കൈ കാണിക്ക്. ഇങ്ങനെയാണോ കൈ കഴുകുക? വാ, അമ്മ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക. ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ. എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ 2 തള്ളവിരലുകളും നന്നായി കഴുകുക. പിന്നെ നിങ്ങളുടെ 2 വിരലുകളുടെയും അഗ്രം കഴുകുക. ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് വലത് കൈത്തണ്ട കഴുകുക. അതിനുശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക. ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകി കളയുക. അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക. ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ. ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ. മനസ്സിലായോ? കൈ കഴുകാതെ ഭക്ഷണം തൊടരുത്, കഴിക്കരുത്. ശരി അമ്മേ. വിശക്കുന്നു. പോയി കൈ കഴുകുക. നല്ലോണം സോപ്പിട്ട് കഴുകണം. ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. ആ, അമ്മ അറിയാനൊന്നും പോകുന്നില്ല. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം. അമ്മേ, ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് വയറ് വേദനിക്കുന്നു അമ്മേ. ഓടി വായോ. എന്തു പറ്റി ജോമി? എന്തിനാ കരയുന്നത്? എനിക്ക് വയറുവേദന എടുക്കുന്നു മമ്മി. സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കാം. കരയണ്ട കേട്ടോ. ജോമി, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ? അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും. പിന്നെ സൂചി വെക്കും. ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണോ? അയ്യോ വേണ്ട ഡോക്ടർ. ഞാൻ ഇനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. ഗുഡ് ഗേൾ. ഞാൻ കുറച്ച് മരുന്ന് തരാം. അത് സമയത്തിന് കഴിക്കണം. എല്ലാം ശരിയാവും. നാളെ മുതൽ സ്കൂളിൽ പോകാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ. തീർച്ചയായും ഡോക്ടർ. പമ്മി പമ്മി നടക്കും, തൊടും
രാജാവിന്റെ മുത്തശ്ശി സുഖമില്ലാതെ കിടപ്പിലാണ്. അദ്ദേഹത്തിന് തന്റെ മുത്തശ്ശിയെ വളരെ ഇഷ്ടമായിരുന്നു. കടുത്ത ദൈവവിശ്വാസിയായിരുന്നു ആ മുത്തശ്ശി. മാത്രമല്ല, അവർ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവർക്ക് ധാരാളം ദാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒരു ദിവസം പ്രഭോ, മുത്തശ്ശി അങ്ങേ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ദാ വരുന്നു. മകനെ, എന്റെ കാലം കഴിയാറായി. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് മുത്തശ്ശി? എന്താണെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ കൊടുക്കാൻ ഒരാഗ്രഹം. തന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം അറിഞ്ഞ രാജാവ് അത് സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഭടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു. ആരവിടെ? എത്രയും വേഗം രാജ്യത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മധുര നാരങ്ങകൾ ശേഖരിച്ചു കൊണ്ടുവരിക. എന്നാൽ ഭടന്മാർ മധുര നാരങ്ങകളുമായി എത്തുന്നതിന് മുൻപ് തന്നെ ആ മുത്തശ്ശി മരണപ്പെട്ടു. പെട്ടെന്നുള്ള മുത്തശ്ശിയുടെ മരണം രാജാവിനെ വളരെയധികം ദുഃഖിതനാക്കി. ദിവസങ്ങൾ കടന്നുപോയിട്ടും രാജാവ് തന്റെ മുത്തശ്ശിയുടെ വേർപാടിൽ നിന്നും മുക്തനായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിന് തന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹത്തെക്കുറിച്ച് ഓർമ്മ വന്നു. എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ കൊടുക്കാൻ ഒരാഗ്രഹം. ഏതു വിധേനയും മുത്തശ്ശിയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എന്നാലേ മുത്തശ്ശിക്ക് ആത്മശാന്തി കിട്ടുകയുള്ളൂ. ആരവിടെ? ഖജാഞ്ചിയോട് വരാൻ പറയൂ. അല്ലയോ ഖജാഞ്ചി, എന്റെ മുത്തശ്ശി അവസാനമായി ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അതെനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം. തീർച്ചയായും പ്രഭു, അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്തായിരുന്നു ആ ആഗ്രഹം? കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ ദാനം നൽകാൻ ആഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ ആ ആഗ്രഹം സാധിക്കാതെയാണ് മുത്തശ്ശിയുടെ മരണം സംഭവിച്ചത്. അവസാനമായി മുത്തശ്ശി തന്നോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മാത്രമേ മാതാവിന് ആത്മശാന്തി ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ട ഖജാഞ്ചിയുടെ ഉള്ളിൽ അത്യാഗ്രഹം കടന്നുകൂടി. ഒരു നിമിഷം ആലോചിച്ചതിനു ശേഷം രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, മുത്തശ്ശിക്ക് സഫലമാക്കാൻ കഴിയാത്ത അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു ഉപായമുണ്ട്. ഇത് കേട്ട രാജാവ് ആകാംക്ഷയോടെ ഖജാഞ്ചിയോട് പറഞ്ഞു, ആ ഉപായം എന്തു തന്നെയായാലും എന്നോട് പറഞ്ഞാലും ഞാനത് മുത്തശ്ശിക്ക് വേണ്ടി നിറവേറ്റുക തന്നെ ചെയ്യും. പ്രഭു, മധുര നാരങ്ങയ്ക്ക് പകരം കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും സ്വർണ്ണ നാരങ്ങ ദാനം നൽകിയാൽ തീർച്ചയായും മുത്തശ്ശിക്ക് ആത്മശാന്തി കിട്ടുന്നതായിരിക്കും. സ്വർണ്ണനാരങ്ങ എന്ന് കേട്ടപ്പോൾ രാജാവ് ഒന്ന് അമ്പരന്നു. എന്നാലും മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ അത് സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ സ്വർണ്ണനാരങ്ങ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു. ഇതിനായി എല്ലാവരെയും രാജാവ് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ വിവരമെല്ലാം അറിഞ്ഞ മന്ത്രി അത്യാഗ്രഹിയായ ഖജാഞ്ചിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഖജാഞ്ചിയെ ചെന്ന് കണ്ടു. അല്ലയോ ഖജാഞ്ചി, അടുത്ത ദിവസം എന്റെ മാതാവിന്റെ ചരമവാർഷികമാണ്. മരണത്തിനു മുമ്പ് മാതാവിന്റെ ഒരു ആഗ്രഹം സഫലമാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാവർക്കും ദാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദാനത്തിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാളെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ദാനം സ്വീകരിക്കണം. തീർച്ചയായും ഞാൻ അങ്ങയുടെ വീട്ടിൽ വരുന്നതായിരിക്കും. പക്ഷേ രാവിലെ രാജാവിന്റെ കയ്യിൽ നിന്നും ദാനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. മന്ത്രി പോയി കഴിഞ്ഞതും ഖജാഞ്ചി മനസ്സിൽ പറഞ്ഞു, നാളെ നമുക്ക് വളരെ നല്ല ദിവസമാണ്. രാജാവിന്റെ കയ്യിൽ നിന്നും മന്ത്രിയുടെ കയ്യിൽ നിന്നും കാര്യമായി തന്നെ കിട്ടും. അതുകൊണ്ട് കുറെ നാൾ സുഖമായി കഴിയാം. നാളെ തന്നെ തേടി വരാൻ പോകുന്ന സൗഭാഗ്യത്തെയും സ്വപ്നം കണ്ട് ഖജാഞ്ചി കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഖജാഞ്ചി രാജാവിനെ കാണാൻ പോയി. രാജാവിന്റെ കയ്യിൽ നിന്നും സ്വർണ്ണനാരങ്ങ വാങ്ങി ഖജാഞ്ചി മന്ത്രിയുടെ വീട്ടിലേക്ക് യാത്രയായി. തന്റെ വീട്ടിലെത്തിയ ഖജാഞ്ചിയെ മന്ത്രി സ്വീകരിച്ചു. എന്നിട്ട് ദാനം സ്വീകരിക്കാൻ കാത്തിരുന്ന ഖജാഞ്ചിയോട് പറഞ്ഞു,
എന്റെ മാതാവിന് കാലിൽ വാതരോഗമായിരുന്നു. മാതാവിന്റെ അവസാനത്തെ നാളുകളായപ്പോൾ വാതരോഗം മൂർച്ഛിച്ചു. മാതാവിന് കാൽവേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരുമ്പ് കമ്പി ചൂടാക്കി കാലിൽ വെച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല. മാതാവിന്റെ ആ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇത് കേട്ടതും ഗജാഞ്ചി ഒന്ന് ഞെട്ടി. എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ഗജാഞ്ചിയുടെ ഈ ചോദ്യം കേട്ട് മന്ത്രി ഉടൻ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്ന ഇരുമ്പ് കമ്പി കാണിച്ചു കൊടുത്തു. മാതാവിന്റെ ആ ആഗ്രഹം സഫലമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് കമ്പി നിങ്ങളുടെ കാലിൽ വെക്കാൻ പോവുകയാണ്. അതിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തിയും കിട്ടും. മന്ത്രി തന്റെ കാലിൽ ചൂട് ഇരുമ്പ് കമ്പി വെക്കുമെന്ന് ഭയന്ന ഗജാഞ്ചി മന്ത്രിയോട് പറഞ്ഞു, അല്ലയോ മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇതൊരിക്കലും സാധ്യമല്ല. ചൂട് ഇരുമ്പ് കമ്പി എന്റെ കാലിൽ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത്? രാജാവിന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം രാജാവ് സ്വർണ്ണ നാരങ്ങ ദാനം ചെയ്യുന്നതിലൂടെ സഫലമാകുമെങ്കിൽ എന്റെ മാതാവിന്റെ ആഗ്രഹവും തീർച്ചയായും ഈ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി നിങ്ങളുടെ കാലുകളിൽ വെക്കുന്നതിലൂടെ സഫലമാകും. ബുദ്ധിശാലിയായ മന്ത്രി തന്നെ തന്ത്രപൂർവ്വം കുടുക്കിയതാണെന്ന് മനസ്സിലാക്കിയ ഗജാഞ്ചി ഉടൻ തന്നെ മന്ത്രിയുടെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു. ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. മാത്രമല്ല ആ സ്വർണ്ണ നാരങ്ങകൾ തിരികെ നൽകിക്കൊണ്ട് മന്ത്രി രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, നമ്മൾ ദാനം ചെയ്യുന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വളരെ ബുദ്ധിപൂർവമായിരിക്കണം. ഉചിതമായ കൈകളിലാണ് ഇത് എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. രാജാവിന് തന്റെ അബദ്ധം മനസ്സിലായി. ഇനി ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് മന്ത്രിക്ക് ഉറപ്പു നൽകി. മാത്രമല്ല മന്ത്രിയുടെ ബുദ്ധിശക്തിയിൽ അതീവ സന്തുഷ്ടനായ രാജാവ് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം നൽകുകയും ചെയ്തു.